അപ്പോൾ കുറച്ച് ദിവസമായിട്ട്, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1 വീക്കായിട്ട് കറന്റ് മലയാളത്തിലെ ഒരു യങ് സ്റ്റാർ ആയിട്ടുള്ള നെസ്ലിനെതിരെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് തന്നെ ഹെയ്റ്റ് വരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നെസ്ലിന് ഈ ഹെയ്റ്റ് ഒക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്ക് ഇത്ര ഹെയ്റ്റ് കറന്റ് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നത്? സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ കറക്റ്റായിട്ടൊരു 1 വീക്കേ ആയിട്ടുള്ളൂ ആൾക്ക് ഇങ്ങനൊരു ഹെയ്റ്റ് വരാൻ തുടങ്ങിയിട്ട്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ആലപ്പുഴ ജിംഖാന എന്ന പടം OTT വന്നപ്പോൾ തൊട്ടാണ് ആൾക്ക് ഈ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഹെയ്റ്റ് ഒക്കെ വരാൻ തുടങ്ങിയത്. ഇത്ര ഹെയ്റ്റ് വരാൻ വേണ്ടി ആലപ്പുഴ ജിംഖാന എന്ന പടമാണോ കാരണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. കാരണം കൂടുതൽ ആൾക്കാരും എടുത്തു പറയുന്ന അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നെസ്ലിന്റെ ഈ ജിംഖാന എന്ന സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചാണ്. അതായത് നെസ്ലിന്റെ ഈ സിനിമയിലെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒന്നും ചെയ്യാനില്ല. അതിനൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് ആള് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെയാണ്, അല്ലെങ്കിൽ ആൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ. ഇതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ജിംഖാന എന്ന സിനിമയ്ക്ക് നല്ല രീതിക്ക് തന്നെ ഹെയ്റ്റ് വരുന്നുണ്ട്, അതിനൊപ്പം തന്നെയാണ് നെസ്ലിനും ഹെയ്റ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. കാരണം തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ കളക്ഷനൊക്കെ നേടി അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിയ പടങ്ങളൊക്കെ OTT വരുമ്പോഴത്തേക്കിന് പല ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ വളരെ മോശം സിനിമ എന്ന അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് ഇതിന് മുമ്പും വന്നിട്ടുള്ളതാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതായത് തിയേറ്ററിൽ കാണേണ്ട ചില സിനിമകൾ നമ്മൾ OTT കണ്ടാൽ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണ്. അവർക്കത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണിത്. എനിക്കത് തിയേറ്ററിൽ വർക്കാവുകയും ചെയ്തതാണ്. ഒരു കിടിലം പടം എന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴും തോന്നിയില്ല. കാരണം ഖാലിദ് റഹ്മാൻ എന്ന ഡയറക്ടറിന് ഇതിന് വേണ്ടി ചെയ്തു വെക്കാൻ പറ്റും, പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജിംഖാനയ്ക്ക് ഈ ഒരു ഹെയ്റ്റ് വരുന്നതിന് പ്രത്യേകിച്ച് വലിയ റീസൺ ഒന്നുമില്ല. കാരണം തിയേറ്ററിൽ നിന്നൊരു പടം OTT വരുമ്പോഴത്തേന് ഇങ്ങനെ റെസ്പോൺസ് വരുന്നത് തികച്ചും നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നെസ്ലിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ആൾക്കാർ പറയുന്ന പോലെ ഈ സിനിമയിൽ നെസ്ലിന്റെ ക്യാരക്ടറിന് ഒന്നും ചെയ്യാനില്ല എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് നെസ്ലിൻ ചെയ്തേക്കുന്ന ആ ഒരു ക്യാരക്ടറിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയിൽ നെസ്ലിന്റെ ക്യാരക്ടറിന് ഒന്നും ചെയ്യാനില്ല എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുപോലെ തന്നെ ആൾക്കാർ പറയുന്ന കാര്യമാണ് ആൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആൾ ചെയ്തേക്കുന്ന എല്ലാ സിനിമകളിലും ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു കോമഡി പീസ് അല്ലെങ്കിൽ കൂടെ ഒരു ലവ് ട്രാക്ക്. ബട്ട് ഇതൊന്നും ആൾ ഒട്ടും മോശമായിട്ടൊന്നും അല്ല ചെയ്തേക്കുന്നത്, എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇത് കൂടാതെ ഒരുപാട് ആൾക്കാർ പറയുന്ന വേറൊരു കാര്യമാണ് നെസ്ലിൻ ഒരു മോശം നടനാണ്, അല്ലെങ്കിൽ ആൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന്. ഇതിനോട് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇതുവരെ ചെയ്തേക്കുന്ന ഒരു സിനിമയിൽ പോലും ആളൊരു മോശം പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. ആളൊരു മോശം നടനാണ് അല്ലെങ്കിൽ ആൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കുരുതി എന്നൊരു സിനിമയുണ്ട്, ആ സിനിമയിൽ നെസ്ലിൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഒന്ന് പോയി കണ്ടു നോക്കുക. അത് കാണുമ്പോൾ മനസ്സിലാവും ആൾക്ക് കോമഡിയും ലവ് ട്രാക്കും മാത്രമല്ല, ആൾക്ക് വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ ഉണ്ട് ആളുടെ. അതായത് ആൾ തുടക്ക സമയത്ത് ചെയ്ത വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിലെ ദുൽഖറിന്റെ ചെറുപ്പകാലത്തെ ക്യാരക്ടർ. ഇവന്തോ ആ ഒരു ക്യാരക്ടർ വളരെ കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും ഉള്ള അത്രയും സമയത്തേക്ക് ആൾ നല്ല വൃത്തിക്ക് തന്നെ ഇമോഷണൽ സീനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കെതിരെ ഈ മോശം നടൻ എന്ന രീതിയിൽ ഒരു ഹെയ്റ്റ് വരുന്നത് എനിക്കൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലാണ് ഫീൽ ആവുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആളൊരിക്കലും ഈ ഒരു ഹെയ്റ്റ് ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല. കാരണം ആൾ ഓരോ സിനിമയ്ക്കും നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ജിംഖാനയുടെ കാര്യം നോക്കുവാണെങ്കിൽ ജിംഖാന ഒരു സ്പോർട്സ് പടമാണ്. സ്പോർട്സ് പടത്തിന് മെയിൻലി വേണ്ട ഒരു കാര്യമാണ് ബോഡി. നെസ്ലിൻ അതിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെട്ട ആൾ നല്ലൊരു ഫിസിക്ക് തന്നെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഫൈറ്റ് സീൻസിലൊക്കെ, അതായത് ബോക്സിംഗ് സീൻസിലൊക്കെ ആളുടെ ഫേസിൽ പഞ്ച് കിട്ടുന്നതൊക്കെ ലിറ്ററലി നമുക്ക് സ്ക്രീനിൽ നല്ല രീതിക്ക് തന്നെ കാണാമായിരുന്നു. അതൊക്കെ ശരിക്കും വിടി കിട്ടിയേക്കുന്ന സാധനങ്ങളാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം നിലവിൽ വരുന്ന കമ്പാരിസൺ ആണ് സന്ദീപും നെസ്ലിനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇപ്പം നെസ്ലിൻ ഓർ സന്ദീപ് എന്നൊരു കമ്പാരിസൺ വന്നേക്കുന്നത് പടക്കളം എന്ന സിനിമയ്ക്ക് ശേഷമാണ്. സന്ദീപ് ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്, ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലൊരു ക്യാരക്ടറൊന്നും ഇന്നവരെ നെസ്ലിൻ ചെയ്തിട്ട് പോലുമില്ല. അപ്പം എങ്ങനെയാണ് അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോൾ നോക്കുവാണെങ്കിൽ ആ ഒരാൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ താത്തിക്കൊണ്ട് മറ്റൊരാളെ പൊക്കി പറയുന്നു. എന്തിനാണ് ഇപ്പോഴേ ആൾക്കാർ ശരിക്കും ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം ഇവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ കരിയറൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അവർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രി ചെയ്യാനുണ്ട്. ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇനിയും ചെയ്യാനുള്ള ആൾക്കാരാണ് ഇവരെയൊക്കെ എന്തിനാണ് കമ്പയർ ചെയ്യുന്നതെന്നുള്ള പോലും അറിയത്തില്ല. അതുപോലെ തന്നെ നെസ്ലിൻ അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നതിനോട് ഒരു രീതിയിലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം ആൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ പോയിട്ട് കുറച്ച് ആൾക്കാരോട് ആരാണ് നിങ്ങളുടെ മലയാളത്തിലെ ഫേവറേറ്റ് യങ്സ്റ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു 70% ആൾക്കാരുടെ ഉത്തരവ് നെസ്ലിൻ തന്നെ ആയിരിക്കും. ആ ഒരു അംഗീകാരം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിയിലൊന്നും കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നെസ്ലിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്ക് ബോക്സ് ഓഫീസിൽ തന്നെ നല്ല കളക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല സിനിമകൾ ചെയ്തേക്കുന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ആള് കേരളത്തിൽ മാത്രമൊന്നുമല്ല, ആളെ ഇപ്പൊ അത്യാവശ്യം പുറത്തൊക്കെ അറിയാം. കാരണം പ്രേമലുവിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ നെസ്ലിൻ എന്നൊരു നടനെ കുറിച്ച് അറിയാം.
അറിയാം. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ എത്താന്നുള്ള ചെറിയ അച്ചീവ്മെന്റ് ഒന്നും അല്ല ഒരിക്കലും. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഹേറ്റ് ഒരിക്കലും ആള് ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ ഇതിനെപ്പറ്റി തോന്നുന്നതെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.